മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥനയിൽ അമ്മ മാതാവിൻ്റെ മുമ്പിൽ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവളെപ്പോലും ഉപേക്ഷിച്ചതായിട്ട് നാം കേട്ടിട്ടില്ല എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടാൻ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ സമാധാനമുണ്ടാകാൻ, നിങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥതയുണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം അമ്മയുടെ വിമല ഹൃദയത്തിന് നിങ്ങൾ സമർപ്പിക്കുക. പരാതിയുമായിട്ട് 100 സ്ഥലങ്ങളിലേക്ക് പോകാതെ, കുറവുകൾ പറഞ്ഞു നടക്കാനായിട്ട് 100 സ്ഥലങ്ങളിലേക്ക് പോകാതെ, ആദ്യം അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട്, അമ്മയുടെ വിമല ഹൃദയത്തിന് അടിമ വെച്ചുകൊണ്ട്, വ്യക്തികളെയും ഭവനത്തെയും അടിമ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ, ജപമാലയെ മുറുകെ പിടിക്കാൻ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ കുടുംബത്തിലും ഈ സമാധാനവും ഈ സ്വസ്ഥതയും ഈ സന്തോഷവും വന്നിരിക്കും എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കുടുംബത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ കുടുംബത്തെയും മക്കളെയും ജീവിത പങ്കാളിയും അടിമ വെച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ജപമാലയ്ക്ക് വലിയൊരു പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങിയാൽ ആ കുടുംബത്തിൽ പരിശുദ്ധ അമ്മയിലൂടെ കൃപയിറങ്ങും എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. സിയന്നായിലെ വിശുദ്ധ കത്രീന മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടൽ അനുഭവപ്പെട്ട വ്യക്തിയാണ്. വിശുദ്ധയുടെ എല്ലാ ദൈവാനുഭവവും സഭ അംഗീകരിച്ചതാണ്. വിശുദ്ധ കത്രീന, വർഷം 1347. 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ക്രിസ്തീയ യോഗിനിയും ഡൊമിനിക്കൻ 3-ാം സഭ അംഗവുമായിരുന്നു സിയന്നായിലെ കത്രീന. കത്തോലിക്ക സഭ അവരെ വിശുദ്ധയും വേദപാരംഗതയുമായി അംഗീകരിച്ചിട്ടുണ്ട്. ഇറ്റലിയിലെ നഗരരാഷ്ട്രങ്ങൾക്കിടയിൽ സമാധാനം സ്ഥാപിക്കുന്നതും അവർ ജീവിത ദൗത്യമാക്കിയിരുന്നു. ഇറ്റലിയുടെ മധ്യസ്ഥയായ വിശുദ്ധയും കൂടിയാണ് കത്രീന. ഇറ്റലിയിലെ സിയന്നായിൽ 1347 മംഗളവാർത്ത തിരുനാളിൽ ആണ് കത്രീന ജനിച്ചത്. ചെറുബാല്യത്തിൽ തന്നെ കത്രീന ക്രിസ്തുവിനെ ലക്ഷ്യമാക്കിയുള്ള ജീവിതത്തിന് ഉറച്ചു. 1380 മരണം വരെ പാശ്ചാത്യ ഛിദ്രം കത്രീനയെ വ്യസനിപ്പിച്ചു. 1380 വസന്തകാലത്ത് റോമിൽ ഹൃദയാഘാതം മൂലം 33-ാമത്തെ വയസ്സിൽ കത്രീന മരിച്ചു. സിയന്നായിലെ ജനങ്ങൾ അവരുടെ ശരീരം തങ്ങളുടെ നഗരത്തിൽ സംസ്കരിക്കപ്പെടണം എന്നാഗ്രഹിച്ചു. അവരുടെ ആഗ്രഹം ഭാഗികമായെങ്കിലും സഫലമായതെങ്ങനെയെന്ന് വിവരിക്കുന്ന ഒരു കഥയുണ്ട്. മുഴുവൻ ശരീരവും റോമിൽ നിന്ന് ഒളിച്ചുകൊണ്ടു പോവുക അസാധ്യമാണെന്നറിഞ്ഞിരുന്ന സിയന്നക്കാർ അവരുടെ തല മാത്രം ഒരു സഞ്ചിയിലാക്കി കൊണ്ടുപോയി. റോമിലെ നഗരപാലകർ പരിശോധനയ്ക്കായി തുറന്നു നോക്കിയപ്പോൾ സഞ്ചിയിൽ തലയുടെ സ്ഥാനത്ത് നിറയെ റോസാദളങ്ങൾ മാത്രമാണ് കണ്ടത്. എന്നാൽ സിയന്നായിലെത്തി സഞ്ചി തുറന്നപ്പോൾ അതിൽ വീണ്ടും കത്രീനയുടെ ശിരസ് കാണാറായി. ഈ കഥ പിന്തുടർന്ന് കത്രീനയെ കയ്യിൽ പൂക്കളുമായി ചിത്രീകരിക്കുക പതിവാണ്. പ്രിയ ദൈവജനമേ, അമ്മ മാതാവിനെ സ്നേഹിക്കുന്ന മക്കളെ, പരിശുദ്ധ ജപമാല മാസത്തിൻ്റെ 5-ാം ദിനം നമുക്കിന്ന് ഈ നിയോഗ പ്രാർത്ഥനയിൽ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം തിരുവചനം പറയുന്നു, കർത്താവേ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. സ്നേഹപിതാവായ ദൈവമേ, സൗഖ്യത്തിൻ്റെ കരങ്ങൾ നീട്ടി സുഖപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ. മാരക രോഗങ്ങൾ, മാറാരോഗങ്ങൾ, മരുന്ന് കഴിച്ചിട്ട് സൗഖ്യമില്ലാത്ത രോഗങ്ങൾ, രോഗകാരണമെന്തെന്ന് കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥകൾ, ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ള രോഗികൾ, മാനസിക അസുഖങ്ങൾ, ഭയത്തിൽ കുടുങ്ങിക്കിടക്കുന്നവർ, നിരാശ, ആകുല ചിന്തകൾ, ഭയചിന്തകൾ, ആത്മഹത്യാ ചിന്തകൾ, വഞ്ചിക്കപ്പെട്ടവർ, നിരാശയിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവർ, ക്യാൻസർ, കാഴ്ചകൾ നഷ്ടപ്പെട്ടവർ, കിടപ്പ് രോഗികൾ എന്നിവരെയും ഈ അവസരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന, ആത്മാർത്ഥമായി ശുശ്രൂഷിക്കുന്ന ആ ശുശ്രൂഷകരെയും
സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ നല്ല മനസ്സിന് അമ്മ മാതാവേ ഞങ്ങൾ നന്ദി പറയുന്നു. ആവേ മരിയ. നന്മ നിറഞ്ഞവളെ, മേരി നിന്നാമം